ഹലോ മറ്റൊരു പരിപാടി. അപ്പോൾ ഇത് മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ആണ്. കഴിഞ്ഞ എപ്പിസോഡിലാണ് ഒരു സ്കെൽറ്റൽ വന്നിട്ടാകുമ്പോൾ ആ സ്ഥലം നമ്മൾ വേറെ ഒന്നും കളിച്ചില്ല. ഓക്കെ, ഇവിടേക്ക് എന്നിട്ട് അയണതാ നമ്മൾ പിക്കക്സ് ഒരു അയൺ ബ്ലോക്ക് ഒരു അയൺ കിട്ടാണ്ട് നിൽക്കുക. അവിടെ കൂടെ ഒന്ന് പോയോട്ടെ. അതാ മേലെ കണ്ടു മേലതാ കിട്ടി. എക്സ്ട്രാ അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാര്യം കുക്ക് ചെയ്യാൻ വെച്ചിന്. കുക്കല്ല അയണാക്കാൻ വെച്ചിന്. ഇവിടെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അയണാക്കാൻ വെച്ചിന്. ഇപ്പം ആയിണ്ടാ 22 ഉണ്ട്. ഇതും കൂടെ കുറച്ചധികം ഉണ്ടാവും എന്തായാലും. കൊത്തിരട്ടെ അറസ്റ്റാക്കി പറഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു 24 ഉണ്ടാവും. ഇതെന്ത് അതെങ്ങനെ ആക്സിഡന്റ് ആക്കിയാണല്ലോ. എടുക്കുമ്പോഴോ അപ്പോഴും ആക്രമിച്ചിട്ടാവും. ഞാൻ മെല്ലെ കുഞ്ഞ് ക്രൗച്ച് ചെയ്ത് ഇരുന്നിട്ടും ആയത്. ഇവിടേക്കൊക്കെ ടോർച്ച് വെച്ചില്ലേ? അവിടെ റെഡ് സ്റ്റോൺ ഉണ്ട്. ഇവിടെ റെഡ് സ്റ്റോൺ ഷീൽഡ് കൊണ്ടുപോയി സോംബി എവിടെ? റെഡ് സ്റ്റോൺ അടിക്കണേ ഇതാണോ? ഏത് മറ്റേത് പറഞ്ഞു? ഏത് ആന്റിക്കാക്സ് ഷീൽഡ് ഇല്ലാതെ കളിക്കണം. റിയലി റിസ്ക്. വേഗമായിട്ട് 2 കോളം മുറിച്ചാട്ടെ. സ്റ്റിക്ക് ഉണ്ട്. ഇനി കുറച്ചൊരു 3 ഏകദേശം 4-5 സ്റ്റിക്കും കൂടെ ഉണ്ടാവും. എത്ര ക്വാളിറ്റി ഉണ്ടോ അത്രയും അതെ അത്രയും ടോർച്ച് ഉണ്ടാകാം. ഒരു കോള് ഒരു സ്റ്റിക്ക് കൊണ്ട് 4 ടോർച്ച് കിട്ടും. ഷീൽഡ് പോയിക്കണേ. നമ്മൾ ഇത്ര നേരം സേവിച്ചാൽ ഓക്കെ. അതല്ല ഇനി എവിടെ ഇത്ര നേരം കോള് കുറേ കണ്ടിട്ട് ഇപ്പോൾ കോളില്ല. ആകെ 6 ടോർച്ചുള്ളൂ. അയണതാ പഞ്ചായിനോ ഞാൻ ഇവിടെ ഒന്നൊന്നും മാത്രമേ ഉള്ളൂ. ഇത് ലഷ്കീവ് പറഞ്ഞ് പറ്റിച്ചോളെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലോക്ക് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇത് മോശമാണ്. നമ്മൾ കുറച്ച് ബോണൊക്കെ കിട്ടിനെ. ആ ബോണൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കിട്ടണമെങ്കിൽ വൈന് വേണ്ടേ? വൈന് വേണ്ട കേട്ടോ. അല്ല ഈ ഷിയർ വേണ്ട. ഒരു മാസം കൊണ്ട് തന്നെ കുറെ ഒപ്പിക്കാം. ഗ്രാസ് എത്തിയാടാ. ഇത് തിന്നാനും പറ്റും, ലൈറ്റിനും പറ്റും. വേണ്ട ലൈറ്റ്. അതെ ചെറിയ ലഷ്കീവാണ്. അതവിടെ കിടക്കട്ടെ. ഇപ്പം അത്യാവശ്യമാണ് ലഷ്കീവ്. അപ്പം ഇന്നലെ ഈ 2 ദിവസം കൊണ്ട് കുറേ സാധനം കിട്ടീനെ. ഇതാണ് കോപ്രാല്ലേ. ഇത് ഇനി മതി. ഇത് അവിടെ നിന്ന് കേട്ടെ. ഇനി എങ്ങനെ ഇതൊക്കെ പോയാലോ. കുറച്ചെങ്കിലും ബാക്കിയുണ്ടേ. ലാസ്റ്റ് കുറച്ചാണ് കോള്. അതാ ഇത് ഗോൾഡാണ്. ഇപ്പം കാര്യമില്ല. എവിടെ നിന്നെങ്കിലും അതായത് കുറേ ആളുതൊന്നും ഞാൻ കണ്ടില്ല. ഡീസലായിട്ട് നല്ല ഭംഗിയുള്ള ബ്ലോക്കാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരു വെല്ല് വേണം. ഇന്ന് ഈ കുറച്ച് ദിവസമായിട്ട് ആയത് മഴയാണ്. അപ്പോൾ ഇപ്പം ടോട്ടൽ നമുക്ക് 29 അയൺ കിട്ടിയിട്ടുണ്ടാവും. ശരിക്കും അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗോൾഡാ. ഇത് ഇത് ടഫ് ബ്ലോക്കാണ്. കുറച്ച് കയ്യിലെടുക്കാം. ഏതായാലും പോകാൻ പോയി കോൾ ചെയ്യുന്നില്ല. അപ്പം ഇന്നത്തെ കോള് നമ്മൾ ഇവിടെ ബിൽഡ് കംപ്ലീറ്റ് ആക്കാം. അവിടെ ഡയമണ്ട് ഉണ്ടാവും കേട്ടോ. നമുക്ക് ബിൽഡ് എന്തായാലും കംപ്ലീറ്റ് ആക്കാം. കഴിഞ്ഞ എപ്പിസോഡ് മാതിരി തള്ളി വിടല. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ടൊന്ന് കാണാം. അവിടെ പോകണ എവിടെയും കൂടെ കുറച്ച് അയൺ കണ്ടിട്ടുണ്ട്. അപ്പം അയൺ കണ്ട സ്ഥിതിക്ക് വെറുതെ വിടുന്നത് ശരിയല്ല. കീഴിലും ബ്രിഡ്ജാണല്ലോ. ഇത് ലാഭമാണ്. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ മഴയാണ്. മേലെ ഉണ്ടല്ലോ. തീർന്നു 19 ആയിപ്പം. നേരത്തെ ആണ് വെച്ച സ്ഥലം എവിടെയാണ്? മേലോട്ടാ. എവിടെയല്ലോ അതല്ലേ പറഞ്ഞ മേലോട്ടാ പോണേന്ന്. ഇങ്ങോട്ടാ പോണേ. ഫുഡ് എന്തെങ്കിലുണ്ടോ? ഗ്ലോബൽ ഇന്നുണ്ടോ? ആവശ്യം വരും. ഇതുണ്ട് റോട്ടൻ ഫ്ലഷ്.
തിരുപ്പതി ഈ ഏരിയ വന്നേ. ഇനി അതും പിന്നെയും ഏരിയ കോർഡിനേറ്റ്സ് ഇട്ട് നോക്കണം. വഴിയൊന്നും എനിക്ക് ഓർമ്മയുണ്ട് ഇത് കൂടെ തന്നെ വരുന്നേ. ഇത് കൂടെ ഇങ്ങോട്ട് ആ ഡയമണ്ട് ഈ വഴി. ആ ഡയമണ്ട് കണ്ടേ. ഡയമണ്ട് ഒന്നല്ല അത്. ആ നീല. ആ ഡയമണ്ട് അല്ല. ഏ എവിടെ സ്ഥലം കഴിഞ്ഞു വരട്ടെ. ഓപ്പറേഷൻ കളി കാണാൻ കഴിയും. ഒരു ഗ്രാവിൽ കഥാഞ്ച ബ്ലോക്ക് മുറിക്കാൻ എളുപ്പമാണ്. ബ്ലോക്ക് കുറച്ച് കിട്ടും ചെയ്യും. പിന്നാറ്റിനും കിട്ടും. ഇത് വട്ട ചുറ്റില്ല. ഇതും അത് ഒരേ വഴിയല്ലേ? അശോ ഇനി അതിനും കൂടി ആ ഇതിവിടെയാ. അത് എന്തൊക്കെയാണ് അങ്ങോട്ടാ പോണേ. മേലോട്ട് കയറണം. മേലോട്ട് എവിടെയാണ് നോക്കണം. എന്താണോ ഇതിപ്പം ബ്ലൈൻഡ് ചെയ്ത സ്ഥലം മൈന്. തൽക്കാലം മേലോട്ട് പോയിട്ട് വരാം. വശി ഗ്രാവിറ്റി ബ്ലോക്ക് ആണല്ലോ. ബബിൾ സ്റ്റോൺ എടുക്കാം. ഇവിടെ എത്തിന് ശിവനെ ചാടാൻ റിസ്ക്കാണ്. റീസ്പോൺ പോയിന്റ് ഇട്ടാല് ബെഡിക്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ലൂട്ടൊക്കെ എടുക്കാം. പോവാം. അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞതോടെ കോൾ എടുക്കാം. കുറച്ച് 12 കുറച്ചും കൂടെ കോൾ വേണം. എനിക്ക് ലാൻഡ് ഉണ്ടാക്കുമ്പോൾ അശ്വിനും ടെസ്റ്റിലൊന്നുമില്ല. എന്ത് ധൈര്യത്തിനായിട്ട് എടുത്താ. ഇവിടുന്ന് തിരിച്ചാലാണ് പ്രശ്നമാവുക. നമുക്ക് തൽക്കാലം ഇനി ഇത് പൊട്ടണ വരാണ്ട കുറച്ച് സ്റ്റോൺ വാങ്ങി ചെയ്യാം. മേലോട്ട് പോകാൻ വേണ്ടി. ഇതാണ് ആ വഴി കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ മതി. കുറച്ച് കളിച്ചു ചെയ്യുമ്പോൾ കുഴിച്ച തൊട്ട് മേലെയാണ്. എന്താ പെട്ടെന്ന് വെക്കുക ചെയ്താ. തൽക്കാലത്തേക്കുള്ള ബിൽഡിംഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പൊ കിട്ടിയ 23 അയണും ഇങ്ങോട്ടും 39 അയണോറും ഇങ്ങോട്ട് 41 അയണാണ് ടോട്ടൽ എന്ന് കിട്ടിയത്. ഞാൻ ഗോളായിട്ട് പറഞ്ഞത് അരസ്റ്റാക്കാണ്. ഞാൻ ഗോളായിട്ട് പറഞ്ഞത്. ഇപ്പം 41, അതായത് ഏകദേശം 3/4 സ്റ്റാക്കോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്രയോ ദൂരം ഗ്രാവൽ അങ്ങോട്ട് പോയാലോ? അതോടെ അറിയിച്ചെടുക്കാം. പാർക്കോർ അയ്യോ ഇവിടെത്തി. നേരത്തെ കേട്ടോ വെച്ചാൽ അത് ഒരു നായ കുറയ്ക്കാണ്. നായൻ്റെ കുറേ നായ കിട്ടും. അയ്യോ കുറച്ച് ബ്ലോക്ക് വേണം. 12 ബ്ലോക്ക് ഉണ്ട്. ഓ മൈ ഗോഡ്. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അയ്യോ ഞാൻ 1.5 ഹർട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു മണ്ടത്തരം കാണിച്ച് പോയിട്ട് ഇവിടെ നിന്നുള്ള സാധനങ്ങളുള്ള കുഴിക്കിടും. അവിടെ കുഴീനെ കുറച്ച് വിട്ടിട്ട് പോകണം. ചെറിയൊരു 50 വെച്ചതിന് പുളിപ്പൊട്ടി. ചെറിയൊരു ഹെൽത്ത് പറയണം. 50 വെച്ച പുളി കിട്ടും.
അപ്പം നമ്മൾ എത്തി നമ്മൾ വിജയകരമായിട്ട് 41 അയൺ കടത്തിക്കൊണ്ട് 42 അയൺ ഒരയൺ പോലും വിലപ്പെട്ടതാണ്. ഒരു അടിയിലായിട്ട് ഒരു പാർക്കൂർ കാണാം. ഇങ്ങനെ റീസ്പോൺ സെറ്റ് ആകാതെ മണ്ടത്തരം ചെയ്യും. ആ ബെഡ് ഇവിടെ പൊട്ടിച്ച് കയ്യിലല്ലേ. നിങ്ങൾ ഇനി എങ്ങോട്ടാ പോണ്ടേന്നാവും. ഇവളില്ലേ വെച്ചിട്ടില്ല പോകുമ്പോഴാണ് ചത്തെ. അത് ഡീസ്പോൺ ആവും. ഡീസ്പോൺ ആവും. ആ റീസ്പോൺ സെറ്റ് ചെയ്തുള്ള ഒരു കോൺഫറൻസിൽ അങ്ങോട്ട് ചാടിയതായിരുന്നു. ഏത് ഡയറക്ഷനാണ് അത്? കോർഡിനേറ്റ്സ് ഓർമ്മ. പക്ഷേ കോർഡിനേറ്റ്സ് നോക്കി എങ്ങനെ പോവാന്നറിയില്ല. ഈ ഏരിയ അതാണ് 100 എത്രയോ ഏകദേശം വില്ലേജ്. നല്ല അടുത്ത് തന്നെയാണ്, പക്ഷെ ഇത് ഡയറക്ഷൻ ആണെന്നറിയില്ല. തമ്പി അപ്പം എത്തി അല്ലേ? റിസോഴ്സസ് അവിടെ ആയിരുന്നു. അതെ, അവിടെ കണ്ട് റീസ്പോൺ ഒന്നും അതിൽ വേഗം പോയാൽ എല്ലാം കിട്ടും. വലുതും ഉണ്ട് ഉണ്ട് ഉണ്ട്. അയൺ കിട്ടി, അയൺ ഷീൽഡൊക്കെ കിട്ടി, അയണൊക്കെ കിട്ടി. സേഫ് ആണെങ്കിലും എല്ലാതും സേഫ്. എന്നാൽ നമുക്ക് ഇപ്പം മോസ് ഒന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് മഞ്ഞിന് വേറെ തീമും അത് മോസ് വളരുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്. അയൺ ടൂൾസോ അയൺ ഒരു ആക്സ്, അയൺ പിക്കാക്സ്, ഒരു അയൺ ഷീൽഡും കൂടെ ഉണ്ടാക്കി. കുറച്ച് മരം കുറച്ച് വീടും കൂടെ മുറിച്ച് നമ്മളെ വീടിൻ്റെ ബാക്കി ഏറ്റവും അവസാന ഘട്ടം ഗായ്സ്. അപ്പം നമ്മൾ ഫൈനലി നമ്മുടെ കുറേ നേരം കഷ്ടപ്പെടുന്ന ശേഷം ഏകദേശം 1 മണിക്കൂർ മേലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത്. ഇത് ഇൻറ്റീരിയർ ഒക്കെ അടുത്ത എപ്പിസോഡ് ഇനി കഷ്ടപ്പെടാൻ വയ്യ. അത് നമുക്ക് കുറച്ച് ലാൻഡ് കയ്യിലുണ്ട്, 6 ലാൻഡ് ഉണ്ട്. ഇതിൽ കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ട് കുറച്ച് ലൈറ്റിങ് പുറത്തും ചെയ്യാം. ഒരു ഭംഗിക്ക് പുറത്തും കുറച്ച് ലൈറ്റിങ് ചെയ്യണം. അതിന് മുന്നേ അവിടേക്ക് ഒരേ ഒരു ലാൻഡ് ഈ മൂലയ്ക്ക് തീരെ ഇല്ല. അപ്പോൾ ഇവിടെ വെക്കാൻ സ്ലാബാണ് ഇവിടെ. സാരമില്ല, ഒരു സ്ലാബും കൂടെ കൂട്ടാം. അപ്പോൾ അത്യാവശ്യം വിളിച്ചുണ്ടാവും, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇനി അടുത്ത പ്രൊജക്ട് അത്യാവശ്യം മേലെ കാണിച്ചു തരാം. ഇങ്ങനെ തരാം വിശദീകരിച്ച് അടുത്തതിൽ കാണിച്ചിട്ടും ഇതാണ് ഡോർസ്. അത്യാവശ്യം സ്പേസ്. ഇതൊരു ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് സാധാരണ എപ്പിസോഡിനെ കണ്ടി ഷോർട്ടാവും. അത് എനിക്ക് ഇതും വെറുതെ വീഡിയോ കാണിച്ച് കൊളാക്കേണ്ട വെച്ചിട്ടാണ്, വീഡിയോ ലാഗാക്കേണ്ട വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കിടക്കണം. ഇനി കുറച്ച് ലൈറ്റ് പുറത്ത് വെക്കണം. പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ടെറസിൻ്റെ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിൽ തന്നെ ആയതുകൊണ്ട് ആ ലഷ് കേവ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ലഷ് കേവിൻ്റെ അവിടുന്ന് കുറച്ച് മോസും വള്ളിയൊക്കെ എടുത്തിട്ട് വള്ളി ഇവിടെ തൽക്കാലത്തേക്ക് വെച്ചില്ല. അത് മോസ് വെച്ചിട്ടുണ്ട് കുറച്ച്. ബാക്കിക്ക് ഇത് എടുക്കാം. ബാക്കിക്ക് ഇത് ഫുള്ള് ബാക്കിക്ക് ഇത് ഇത് പിക്കക്സൊക്കെ അയണൊക്കെ പൊട്ടാനായിട്ടോ. അപ്പം ഇനി ഈ വീടിൻ്റെ താമസം മാറി സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് നമുക്ക് വലിയൊരു പണി. ഒരു സ്റ്റോറേജ് ഉണ്ടാക്കണം, നല്ലൊരു സ്റ്റോറേജ്. ഏകദേശം ഇതിൻ്റെ അടുത്തായിക്കോട്ടെ. പിന്നെ മഞ്ഞാണ്ട് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ചെറിയൊരു ബ്ലോക്ക് വരി കാണും. അതെ, എനിക്ക് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ രാത്രി മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഭംഗി. അതെ, രാത്രി കാണും ഇതൊക്കെ ഭംഗി. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവും. ഒന്നുകൂടെ ഉണ്ടായിക്കോട്ടെ. അടുത്തടുത്ത് വെക്കരുത്, അടുത്തടുത്ത് വെച്ചാലേ പെട്ടെന്ന് തീരും. അർത്ഥമില്ല, ഒരു സ്ഥലത്ത് മാത്രമായിട്ടാവും, എന്തെങ്കിലും വിളിച്ചിട്ടാവും. രണ്ടെണ്ണം കൂടെ ഉണ്ട്. ആ രണ്ടെണ്ണം അവിടെ ഈ രണ്ടെണ്ണം നമുക്ക് ബെഡ്റൂമൊക്കെ വെക്കാൻ വേണം. അപ്പം അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നതാണ് ഇതിൻ്റെ ബെഡ്റൂം ഒക്കെ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.